ഓക്കെ. അപ്പോ ഇവിടെ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഒന്ന്, ദ നരേറ്റർ വാസ് ഗിവൻ എ ഹീറോയിക് വെൽക്കം ബൈ ദ പീപ്പിൾ ഓഫ് ഹിസ് ലൊക്കാലിറ്റി. നരേറ്റർക്ക് അയാളുടെ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും കൂടി ഒരു വളരെ ഒരു നായകന് നൽകുന്ന വിധത്തിലുള്ള ഒരു സ്വീകരണം നൽകുകയാണ്. അപ്പോ ഇമേജിൻ ദാറ്റ് ഹി നരേറ്റ് ഹിസ് എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് മീറ്റിംഗ്, ഇൻ എ പബ്ലിക് മീറ്റിംഗ്. അങ്ങനെ ആ നൽകുന്ന പൊതു മീറ്റിംഗിൽ, പൊതു ചടങ്ങിൽ വെച്ച് ഈ നാവികൻ തൻ്റെ അനുഭവം അവിടെ പറയുകയാണ്. റൈറ്റ് പോസിബിൾ സ്പീച്ച്. അപ്പൊ അദ്ദേഹം നടത്തുന്ന പ്രസംഗം നമ്മളോട് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ തുടക്കത്തെ 2 വരി തന്നിട്ടുണ്ട്. നോക്കൂ, ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം വെരി ഹാപ്പി ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് യു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഞാൻ ആ മീറ്റിംഗ്, ആ ഒരു പ്രസംഗം നമ്മൾ ഇവിടെ നോക്കാം, എന്താണ് വരിക എന്നുള്ളത് നോക്കാം. ഇതാണ് ആൻസർ പോർഷൻ. എന്താണ് കാണാല്ലേ എല്ലാവർക്കും? നോക്കൂ. Dear ladies and gentlemen, I am very happy to be in front of you. I have never thought that I would be alive and be among my dear ones. അതായത് നിങ്ങളുടെ മുൻപിൽ വന്നു നിൽക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. I have never thought that, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, I would be alive, ഞാൻ ജീവനോടെ ഇരിക്കുമെന്നോ, and be among my dear ones, എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ചേരുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. It was a terrible experience at sea. കടലിൽ വളരെ ഭയാനകമായ ഒരു എക്സ്പീരിയൻസ് ആയി. ഷിപ്പ്റെക്ക് അല്ലെ, കപ്പല് എന്ത് ചെയ്തു? തകർന്നു. The loss of my friends, the terrible loneliness, the hunger and thirst, and then the miraculous escape are quite incredible. അല്ലെ, എന്തൊക്കെയാണ് കടലിലുണ്ടായ ആ പ്രശ്നങ്ങള്? The terrible loneliness, അതായത് ആദ്യം പറഞ്ഞത് the shipwreck, കപ്പൽ തകർന്നു. The loss of my friends, എന്റെ കൂട്ടുകാരെല്ലാവരും എനിക്ക് നഷ്ടപ്പെട്ടു. Terrible loneliness, ഭയാനകമായ ഒരു ഒറ്റപ്പെടൽ. Hunger, വിശപ്പ്, and thirst, ദാഹം, and then miraculous escape, പിന്നെയോ വളരെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ. Are all quite incredible and unimaginable. ഇതെല്ലാം വളരെ അത്ഭുതകരവും unimaginable, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതും. I don't know how I could tolerate and manage all those adverse situations. എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ ഈ അഡ്വേഴ്സ് സിറ്റുവേഷൻ I could tolerate, എനിക്കിത് സഹിക്കാൻ പറ്റി. അതുപോലെ manage, എനിക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റി. all those adverse situations, ഈ പറഞ്ഞ എല്ലാ പ്രതികൂലമായ അവസ്ഥകളെയും ഞാൻ കൈകാര്യം ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടു. എനിക്കറിയില്ല അതെങ്ങനെയാണ്. even now, ഇപ്പോൾ പോലും, when I think of it, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, I feel the terror enveloping all over my body. I feel terror. എനിക്ക് ഒരു ഭയം എനിക്കിങ്ങടെ മനസ്സിൽ വരാതെ. ആ ഭയം എങ്ങനെയാ? enveloping all over my body, എൻ്റെ ശരീരത്തിന് മൊത്തം അത് പൊതിയുകയാണ്. but it's all over, പക്ഷെ അതെല്ലാം എന്താണെന്നാ പറയണത്? കഴിഞ്ഞിരിക്കുന്നു. This difficult experience has taught me a lesson that we should not yield to any hardship in life. Tolerance, perseverance, and confidence can lead us to victory. നോക്കൂ, this difficult experience, ഈ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഈ അനുഭവം ഉണ്ടല്ലോ, ഈ എക്സ്പീരിയൻസ് has taught me a lesson, എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. എന്താണ് ആ പാഠം? that we should not yield to any hardship in life. അതായത് നമ്മളോടാണ് ഈ പറയുന്നത്, ഇത് വേറെ ആരോടല്ല പറയുന്നത്. that we should not yield any hardship in life. നമ്മൾ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകൾക്കും, ഒരു ഹാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കല്ലേ, ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ ജീവിക്കണം. ജീവിക്കുമ്പോൾ അനേകം ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ നല്ല സുഖത്തിൽ ജീവിക്കണം അല്ലേ? നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം, വസ്ത്രം, സ്കൂളിൽ പോവാൻ, പിന്നെ മൊബൈൽ ഇല്ലാത്തപ്പോ മൊബൈൽ, ഇതെല്ലാം അച്ഛനമ്മമാര് നമുക്ക് ഒരുക്കി തരിക.
പക്ഷെ ഈ സുഖങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോ നഷ്ടപ്പെടാം, നമ്മൾ ചിലപ്പോ കഷ്ടപ്പെടാം. അങ്ങനെ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടായാലും വി ഷുഡ് നോട്ട് ഈൽഡ്, നമ്മൾ ഒരിക്കലും കീഴടങ്ങരുത്. നിങ്ങളോടാണ് പറയണത് കേട്ടാ, നിങ്ങൾ ഒരിക്കലും കീഴടങ്ങരുത്. എത്ര ബുദ്ധിമുട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പരിശ്രമിക്കണം. പ്രതീക്ഷ, അതാണ് കറക്റ്റ്. പരിശ്രമിക്കണം, അതന്നെ. പ്രതീക്ഷകൾ വെച്ച് പുലർത്തണം, പരിശ്രമിക്കണം കേട്ടാ. അല്ലെങ്കിൽ പിന്നെ ജീവിതമില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കരുത്. നമുക്കൊരു നല്ല ലൈഫ് തന്നിരിക്കുകയാണ്, അതിൽ കഷ്ടപ്പാടുണ്ടാവും. പക്ഷെ ആ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ അങ്ങനെ ഓവർകം ചെയ്ത് മുന്നേറണം. ഇനി എനിവേ, എന്തൊക്കെയായാലും ഐ ആം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ടു മൈ ബിലവഡ് വൺസ് ഫോർ ഗിവിംഗ് മീ സച്ച് എ വണ്ടർഫുൾ റിസപ്ഷൻ ഇൻ മൈ ഹോം ടൗൺ. എന്തൊക്കെയായാലും ഐ ആം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ, ഞാൻ നിങ്ങളോട് ഏറെ നന്ദിയുള്ളവനാണ്. അല്ലേ, നിങ്ങളോട് ഗ്രേറ്റ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നന്ദി, കടപ്പെട്ടിരിക്കുന്നു. എന്തിനാ? മൈ ബിലവഡ് വൺസ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. ഫോർ ഗിവിംഗ് മീ, എന്തിനാ നിങ്ങളോട് ഞാൻ നന്ദി പറയണത്? ഗിവിംഗ് മീ സച്ച് എ വണ്ടർഫുൾ റിസപ്ഷൻ ഇൻ മൈ ഹോം ടൗൺ, എന്റെ സ്വന്തം നാട്ടിൽ എനിക്ക് ഇത്രയും നല്ലൊരു സ്വീകരണം തന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റാണ്, നമ്മൾ വേറെ ആരുമല്ല നമ്മൾ അംഗീകരിക്കേണ്ടത്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമുക്ക് അംഗീകാരം വേണ്ടത്. മനസ്സിലായ? അത് വലിയൊരു അംഗീകാരം കേട്ടാ. ചിലപ്പോ നമ്മൾ പറയാം, വേറെ നാട്ടുകാർക്ക് നമ്മൾ പ്രിയപ്പെട്ടവനാവും, നമ്മുടെ നാട്ടുകാർക്ക് നമ്മൾ പ്രിയപ്പെട്ടവനല്ലെങ്കിൽ പോയി കാര്യം. അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനാവും. ആദ്യം വീട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്, പിന്നെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്, പിന്നെ വല്ല നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്. ഇങ്ങനെയാണ് പറയാം. അപ്പോ എന്റെ ഹോം ടൗണിൽ തന്നെ എനിക്ക് ഇത്രയും നല്ലൊരു റിസപ്ഷൻ തന്നതിൽ ഞാൻ വളരെയധികം നിങ്ങളോട് നന്ദിയുണ്ട്. I would like to express my sincere gratitude to all of you. ഞാൻ ഇവിടെ I would like to express, ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. I would like to express, എനിക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിന് ആഗ്രഹമുണ്ട്. അതായത് ഞാൻ അത് പ്രകടിപ്പിക്കുകയാണ്. എന്താ? മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ്, എന്റെ ആത്മാർത്ഥമായ നന്ദി. ടു ഓൾ ഓഫ് യു, നിങ്ങളോട് എല്ലാവരോടുമുള്ള എന്റെ ആത്മാർത്ഥമായ നന്ദി. ലെറ്റ് മീ കൺക്ലൂഡ്, ഇനി പ്രസംഗം നിർത്തണം കേട്ടാ. എന്നെ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ അനുവദിച്ചാലും, അല്ലെ, ഞാനിവിടെ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ എന്നാ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എന്താ ചുരുക്കട്ടെ? ദീസ് വേർഡ്സ്, എന്താണ് ആ ചുരുക്കുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ? എന്താ? ഈ വാക്കുകൾ പറഞ്ഞിട്ടാണ് ഞാൻ ചുരുക്കുന്നത്. ഫേസ് ദ ചലഞ്ചസ് ബോൾഡ്, അൾട്ടിമേറ്റ് സക്സസ് വിൽ ബി യുവേഴ്സ്. എന്താണ് അദ്ദേഹം നമ്മളോട് പറയണത്? ഇത് അദ്ദേഹത്തിന്റെ ഹോം ടൗണിലുള്ള നാട്ടുകാരോടല്ല പറയണത്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ കുട്ടിയോടുമാണ് ഇത് പറയുന്നത്. മനസ്സിലായ? വേറെ ആൾക്കാരോട് പറയണതല്ല, നിങ്ങളോടാണ് പറയുന്നത്. എന്താണെന്ന് അറിയോ? ഫേസ് ദ ചലഞ്ചസ് ബോൾഡ്ലി. വെല്ലുവിളികൾ വരുമ്പോൾ, നമ്മുടെ മുൻപിൽ ഇനി എന്ത് എന്ന ചോദ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫേസ്, അതിനെ നമ്മൾ അഭിമുഖീകരിക്കണം. നമ്മൾ ഓടിപ്പോകാൻ പാടില്ല. അതെങ്ങനെ അഭിമുഖീകരിക്കണം? ബോൾഡ്ലി, ധൈര്യത്തോടെ. നമ്മളെങ്ങനെ അതിന്റെ മുൻപിൽ നമ്മളിങ്ങനെ ധൈര്യത്തോടെ നിൽക്കണം. അൾട്ടിമേറ്റ് സക്സസ് വിൽ ബി യുവേഴ്സ്. അങ്ങനെ ചെയ്താൽ ആത്യന്തികമായ വിജയമുണ്ടല്ലോ, അത് നിങ്ങളുടേതായിരിക്കും. അല്ലേ? അപ്പൊ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു നൈസ് ഡേ എല്ലാവർക്കും തന്നിരിക്കും. ഇനി നമ്മൾ ആ സ്റ്റോറിയിൽ നിന്നൊരു നരേഷൻ, അതായത് നമ്മളൊരു എസ്സേ ക്വസ്റ്റ്യൻ എഴുതാൻ പോവാണ്. ശ്രദ്ധിക്കും. ഇതാണ് ദ സ്റ്റോറി. The shipwrecked sailor is narrated from point of view of a man involved in a shipwreck. If you were Velasco's friend, how would you narrate the story? You may begin like this. നോക്കൂ, ഈ കഥ, അതായത് ഷിപ്പ്റക്ക്ഡ് സെയിലിയർ എന്ന് പറയുന്ന ഈ കഥ ഉണ്ടല്ലോ, നരേറ്റഡ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ മാൻ ഇൻവോൾവ്ഡ് ഇൻ എ ഷിപ്പ്റക്ക്. ആ കപ്പല് അപകടത്തിൽപ്പെടുമ്പോൾ
ആ അപകടത്തിൽ ഉണ്ടായിരുന്ന, അതായത് ഇപ്പൊ നമ്മള് ഇവിടെ പറഞ്ഞ ആളുടെ കൂടെ, വാലസ്കോയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മളോട് അതൊന്ന് വിവരിക്കാനാ പറഞ്ഞത്. ഇഫ് യു വേർ വാലസ്കോസ് ഫ്രണ്ട്, നിങ്ങൾ വാലസ്കോയുടെ സുഹൃത്താണെങ്കിൽ, ഹൗ വുഡ് യു നരേറ്റ് ദ സ്റ്റോറി? നിങ്ങൾ ഈ കഥ എങ്ങനെ വിവരിക്കും? യു മേ ബിഗിൻ ലൈക്ക് ദിസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കഥ ഇങ്ങനെ തുടരാമെന്നാണ് പറഞ്ഞത്. എന്താ? Velasco and his 4 friends were sailing through the Caribbean Sea suddenly, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളോട് തുടങ്ങിക്കോളാം. അങ്ങനെ അവർ തുടക്കം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എന്ത് നല്ല ആൾക്കാരാ അല്ലേ? തുടക്കം തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് കാണാണ്ട്, അത് വലുതാക്കണ കുറച്ച് answer. Velasco and his 4 friends were sailing through the Caribbean Sea. വേലസ്കോയും അവന്റെ 4 ചങ്ങാതിമാരും കൂടി കരീബിയൻ സീയിലൂടെ അവരിങ്ങനെ സെയിലിംഗ്, കടലിൽ യാത്ര ചെയ്യുകയാണ്, കപ്പൽ യാത്ര ചെയ്യുകയാണ്. സെയിലിംഗ് എന്ന് പറഞ്ഞാൽ കപ്പൽ യാത്ര. സഡൻലി ദ ഷിപ്പ് പ്ലങ്ഡ് ഇൻടു അബിസ് ആൻഡ് ഡിസപ്പിയർഡ്. എന്താ പറഞ്ഞത്? പെട്ടെന്ന് ഈ ഷിപ്പ് ഉണ്ടല്ലോ, അത് പ്ലങ്ഡ് ഇൻടു അബിസ്, അതായത് 2 തിരമാലകൾക്കിടയിലുള്ള ഒരു കുഴി പോലെ വന്നിട്ട് അതിന്റെ ഇടയിൽ വന്നിട്ട് ഈ ഷിപ്പ് അങ്ങോട്ട് പ്ലങ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മുങ്ങിപ്പോയി. അതിന് ഡിസപ്പിയർ, എന്നിട്ട് കാണാതായി. വാലസ്കോ എന്താ വിചാരിച്ചത്? അവനൊറ്റയ്ക്കാണ് ഈ കടലിൽ എന്നാണ്. he began to hear shouts nearby. പെട്ടെന്ന് തന്നെ he began to hear, അവൻ കേൾക്കാൻ തുടങ്ങി, അതായത് അവൻ കേട്ടു. എന്ത് കേട്ടു? shouts nearby, അവന്റെ ചുറ്റുപാടിൽ നിന്നും ഉറക്കെയുള്ള ശബ്ദം കേൾക്കുന്നു. He recognized the voice of his friend Carabello. അവൻ തിരിച്ചറിഞ്ഞു. എന്ത് തിരിച്ചറിഞ്ഞു? The voice of his friend Carabello. Carabello എന്ന് പറയുന്ന അവന്റെ കൂട്ടുകാരന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. Soon he saw that his other shipmates were also thrown into sea. പെട്ടെന്ന് തന്നെ അവൻ കണ്ടു his other shipmate, അവന്റെ മറ്റുള്ള കൂട്ടുകാരുണ്ടല്ലോ, were also thrown into the sea. അവരും കടലിലേക്ക് അതാ എറിയപ്പെട്ടിരിക്കുന്നു. thrown. They were shouting to one another to stay afloat. They were shouting, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കെ പറയുകയാണ്. എന്താ? to stay afloat, നിങ്ങൾ മുങ്ങിപ്പോകാതെ ഇങ്ങനെ അല്ലെ കടലിൽ ഇങ്ങനെ 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 അല്ലെ വെള്ളച്ചാട്ടത്തുമ്പോ നിൽക്കാൻ പറയാം, അതായത് കാല് വെള്ളത്തിൽ ഇങ്ങനെ അടിച്ച് നിൽക്കാൻ പറയാം. 2 life rafts appeared unexpectedly on the crest of the wave. പെട്ടെന്ന് എന്താ ഉണ്ടായത്? ഈ തിരമാലകൾ മുറിഞ്ഞു വന്നപ്പോൾ, ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കഷ്ണത്തിൽ അല്ലേ, 2 life rafts, 2 ലൈഫ് റാറ്റുകൾ, 2 കുഞ്ഞു ചെങ്ങാടങ്ങള്, ബോട്ടുകള്, അത് പെട്ടെന്ന് കാണപ്പെട്ടു. on the crest of the wave. Velasco swam for about 3 minutes and struggled to grab it. Velasco എന്ത് ചെയ്തു? swammed അല്ലെ, നീന്തി. എത്ര നേരം നീന്തി? 3 minutes, 3 മിനിറ്റ് നേരം. and struggled to grab it, അല്ലെ, അതിങ്ങനെ ഗ്രാബ് ചെയ്യാന്ന് പറഞ്ഞ് പിടിക്കാനായിട്ട് അവൻ ഏറെ ബുദ്ധിമുട്ടി, അതായത് വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവൻ അത് പിടിച്ചു. ഇനി ഫൈനലി he jumped. ഫൈനലി അവൻ എന്ത് ചെയ്തു? jumped aboard. ഒരു കണക്കിന് അവൻ എന്ത് ചെയ്തു? ചാടി, ആ ചങ്ങാടത്തിന്റെ മുകളിലേക്ക് ചാടി. കാസ്റ്റില്ലോ, കാരാബെല്ലോ and ലൂയിസ് റഞ്ചിഫോ were trying to stay above the water. ആരൊക്കെയാ അവന്റെ ചങ്ങാതിമാര്? കാസ്റ്റില്ലോ, കാരാബെല്ലോ, ലൂയിസ് റഞ്ചിഫോ were trying to stay above the water. അവരിങ്ങനെ വെള്ളത്തിന്റെ മീതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ കഴുത്ത് മുകളിലേക്ക് ഇട്ടിട്ടാ നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. and reach the raft, എന്നിട്ട് അവര് റാഫ്റ്റിലേക്ക് വരാനായിട്ട് അവര് ശ്രമിക്കുകയാണ്. he grabbed the oars and tried to get close to the men. അവൻ എന്ത് ചെയ്തു? grabbed the oars, അല്ലെ, ആ തുഴ പിടിച്ചിട്ട് tried to get close to the men, എന്നിട്ട് തുഴഞ്ഞു. എന്തിനാ? to get close to the men, ഈ ആളുകളുടെ അടുത്തേക്ക് എത്താൻ. at that time he saw the 4th of his mate Raman Herrera. ആ സമയത്താണ് he saw, അവൻ കണ്ടത്. ആരെ കണ്ടത്? 4th of his mate, അവന്റെ 4ാമത്തെ കൂട്ടുകാരൻ ആരാ? റാമൻ ഹെരാര, who was waving at him while he held onto a crate. അവൻ എങ്ങനെ നിൽക്കുന്നത്? he held on a crate, അല്ലേ,
കപ്പലിൽ വരുന്ന ചരക്ക് പെട്ടികള്, അതാണ് ക്രൈറ്റ്. ആ ചരക്ക് പെട്ടികൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അതും ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? വേവിങ്, കൈവീശി. അല്ലെ? വാലസ്കോ ബിഗൻ ടു പാഡൽ ഫ്യൂരിയസ്ലി. വാലസ്കോ എന്ത് ചെയ്തു? വളരെ സ്പീഡില്, വേഗത്തില് ബോട്ട് അവന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോട്ട് ചവിട്ടി. അതായത് ഈ ചവിട്ട് ബോട്ടാണ്. ഓ, ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലർച്ചിങ് സീ. പക്ഷേ കടൽ എങ്ങനെയാ? ലർച്ചിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അടിച്ചമർത്തി, അല്ലെ, എന്താ പറയാ, തകർക്കാണ്. അപ്പോ അലറി വിളിക്കുന്ന കടല് എന്ന് പറയും നമ്മൾ. അലറി വിളിക്കണം. ആൻഡ് he had to row against the wind. പക്ഷേ എന്താ കുഴപ്പമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ he had to row against the wind. കാറ്റുവിനെ എതിരെ അവന് റോ ചെയ്യേണ്ടി വന്നു. When he looked around, he saw that Herrera had disappeared. അവൻ കാറ്റിനെതിരെ അവൻ തോണി തുഴഞ്ഞു. പക്ഷേ അവൻ എന്ത് ചെയ്തു? ഒന്ന് നോക്കിയപ്പോൾ, റൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ എന്താ കണ്ടത്? Herrera had disappeared. ഹെരേരയെ കാണാനില്ല. Rengifo was swimming confidently. രഞ്ജിഫോ നിസാര, എന്താ പറയാ, നമ്മളൊരു നേരത്തെ പറഞ്ഞ പോലെ അവന്റെ മനസ്സ് തളർന്നില്ല. അവൻ എന്ത് ചെയ്തു? സ്വിമ്മിങ് കോൺഫിഡന്റ്ലി ടുവേർഡ്സ് ദ റാഫ്റ്റ്. രഞ്ജിഫോ വളരെ ആത്മവിശ്വാസത്തോടെ ഈ റാഫ്റ്റിന്റെ നേരേക്ക് അവൻ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. മീൻവൈൽ gigantic wave lifted the raft. പെട്ടെന്ന് വലിയൊരു തിരമാല വന്ന് റാഫ്റ്റിനെ അങ്ങനെ തന്നെ എടുത്തിട്ട് അങ്ങോട്ട് പൊക്കി. After that, he found that Arabello had vanished with Castillo. Rengifo was still swimming. Oh, അതിനുശേഷം അവൻ കണ്ടത് എന്താ? കാരാബെല്ലോ had vanished. കാരാബെല്ലോനെ കാണാനില്ല, അവൻ മാഞ്ഞുപോയി എന്നാ പറഞ്ഞത്. അപ്രത്യക്ഷനായി. വിത്ത് കാസ്റ്റിലോ, അവന്റെ കൂടെ ആരുണ്ട്? കാസ്റ്റിലോ ഉണ്ട്. അവർ രണ്ടുപേരും കാണാനില്ല. രഞ്ജിഫോ സ്റ്റിൽ സ്വിമ്മിങ്. രഞ്ജിഫോ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സ്റ്റിൽ സ്വിമ്മിങ്, ഇപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുകയാണ്. In an instant, Velasco was 5 meters away from Rengifo. ആ കഥയിൽ നമ്മൾ വായിക്കുമ്പോ കണ്ട കാര്യങ്ങൾ ഈ പറയണത് കേട്ടാ. 5 meters away from Rengifo. അല്ലേ? വാലസ്കോ 5 മീറ്റർ അകലെ നിൽക്കുകയാണ് റഞ്ജിഫോയുടെ കയ്യിൽ നിന്നും. And had lost sight of him. അവന്റെ പെട്ടെന്ന് അവനെ കാഴ്ചയിൽ നിന്ന് അവൻ മറഞ്ഞു. വാലസ്കോ tried to row. അപ്പൊ വാലസ്കോ എന്ത് ചെയ്തു? റോ എന്ന് പറഞ്ഞ തുഴയാൻ ശ്രമിച്ചു. But it was in vain. പക്ഷേ all things became in vain. അത് എന്തായി എന്നാ പറഞ്ഞത്? ആകെ വെറുതെയായി എന്നാ പറഞ്ഞത്. He made a last try to save Rengifo. അവൻ ഒരവസാനത്തെ ശ്രമം കൂടി അവൻ നടത്തി. എന്തിനാ? To save Rengifo. രഞ്ജിഫോനെ ഒന്നും കൂടി സംരക്ഷിക്കാൻ. Unfortunately, he was not successful and Rengifo sank forever. പക്ഷെ പ്രതീക്ഷിക്കാതെ എന്ത് സംഭവിച്ചു? രഞ്ജിഫോ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? He was not successful. അവന് വിജയിക്കാനായില്ല എന്ന് മാത്രമല്ല, രഞ്ജിഫോ സാങ്ക് ഫോർ എവർ, എന്നേക്കുമായിട്ട് അവൻ മുങ്ങിപ്പോയി എന്നാ പറയണത്. Less than 2 meters from the oar. അവൻ എവിടെ വെച്ചാ മുങ്ങണത്? ഇവൻ തുഴയുമായിട്ട് തുഴങ്ങനെ നീട്ടി കൊടുത്തിട്ടുണ്ട്. ഈ തുഴയും അവനും തമ്മിൽ വെറും എത്ര മീറ്ററിന്റെ വ്യത്യാസം അല്ലെ? എത്ര മീറ്ററിന്റെ വ്യത്യാസം? വെറും 2 മീറ്ററിന്റെ വ്യത്യാസം. ഒന്ന് കൈ നീട്ടിയിരുന്നെങ്കിൽ അവന് തുഴയുമ്പോ പിടിക്കാൻ പറ്റും. പക്ഷെ അവന് പറ്റിയില്ല, അവൻ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു. Sat on the side of the raft waiting to be rescued. പിന്നെ അവൻ എന്ത് ചെയ്തു? ആരുമില്ല. അവൻ അപ്പോ ഈ റാഫ്റ്റിന്റെ മടിയിലിരുന്നു, അല്ലെ? റാഫ്റ്റിലിരുന്നു. സാറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ റാഫ്റ്റ്, റാഫ്റ്റിന്റെ സൈഡിലിരുന്നു. വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. ആരെങ്കിലും വന്ന് അവനെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയോടെ. നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ പ്രതീക്ഷകൾ നമ്മൾ ഇല്ലാതെയാക്കരുത്. അപ്പോ uncertain as to what to do, he decided to make an inventory of his belongings. Unfortunately, he sat on the side of the raft. Uncertain as to what to do, he decided to make an inventory of his belongings. അപ്പോ അൺസേർട്ടൻ, എന്താ ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥ. അൺസേർട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
ഉറപ്പില്ലാത്ത, അതായത് എന്ത് ചെയ്യണം എന്നൊരു നിശ്ചയമില്ല, അങ്ങനത്തെ അവസ്ഥ. ഹി ഡിസൈഡഡ് ടു മേക്ക് ആൻ ഇൻവെന്ററി ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. അപ്പോൾ അവൻ ഇങ്ങനെ അൺസർട്ടൺ ആയിട്ട് നിൽക്കുമ്പോൾ അവൻ ഒരു കാര്യം തീരുമാനിച്ചു, ടു മേക്ക് ആൻ ഇൻവെന്ററി ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. അവന്റെ സാധനങ്ങളുടെ എല്ലാത്തിന്റെയും എന്തുണ്ടാക്കുന്നു ശ്രമിച്ചു, വിചാരിച്ചവൻ ഒരു ഇൻവെന്ററി, ഒരു കണക്കെടുക്കുക അല്ലേ. നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തൊക്കെ ഉണ്ട് അതിനെ കുറിച്ച് നമ്മളൊരു കണക്ക് വെക്കണല്ലോ. അങ്ങനെ ആ കണക്കെടുക്കാൻ അവൻ തീരുമാനിച്ചു. സിൻസ് ഹി ഹാഡ് നത്തിങ് എൽസ് ടു ഡു. പക്ഷെ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കാനായിട്ട് അവന് വാച്ചെടുത്തതും അവന് മനസ്സിലായി ഇനി അവിടെ ഒന്നും കാര്യമായിട്ട് ഇല്ല. നോക്കുക, since he had nothing else to do, he read the cards over and over to distract himself until he was lost. അങ്ങനെ അവന് അവിടെ he had nothing to is എന്താണ് else to do, വേറൊന്നും ചെയ്യാൻ അവനില്ല. he read the cards over and over. അപ്പൊ അവന്റെ കയ്യില് വിസിറ്റിംഗ് കാർഡ് ഉണ്ട്. ആ വിസിറ്റിംഗ് കാർഡ് അവൻ വീണ്ടും വീണ്ടും വായിച്ചു. until he was rescued. അവനെ അല്ലേ അവസാനം ഒരാൾ വന്ന് രക്ഷപ്പെടുത്തി. രക്ഷപ്പെടുത്തുന്നവരെ അവൻ ചെയ്തത് എന്തായിരുന്നു? അവന്റെ ലീവ് ലെറ്റർ. അപ്പോ തൽക്കാലം ഞാൻ ഇത്രയാണ് നിങ്ങൾക്ക് അയച്ചിരുന്നു, എടുക്കണ്ട. അപ്പൊ ഇത് ഞാനിപ്പോ വാട്സപ്പിൽ അയച്ചുതരാം. നോട്ട് ഞാൻ ക്ലാസ് റൂം പുതിയത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല, അതിലിടുന്നുണ്ട് കേട്ടോ, അതിൽ ഇടാം. അപ്പൊ ഇത് ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ. ഇത് അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ ഒന്ന് എഴുതി വെക്കട്ടെ കേട്ടോ. എന്റെ പ്രിപ്പോസിഷനൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരും. ഈ 2 പാരഗ്രാഫും നന്നായിട്ട് പച്ചവെള്ളം പോലെ പഠിച്ചിട്ട്. ഇനി എന്നാ കണക്ക് ഇംഗ്ലീഷ്? ഇനി എന്നാ? ബുധനാഴ്ച.